നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരം ഹൈദരാബാദ് FC വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മത്സരമായിരുന്നു. എന്തായാലും മികച്ച പ്രകടനം തന്നെ ഇരു ടീമുകളും കാഴ്ചവെച്ചെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. 2-2 എന്ന നിലയിൽ മത്സരം അവസാനിക്കുക തന്നെയായിരുന്നു. മത്സരത്തിൽ ഇരു ടീമുകളും വാശിയേറിയ മത്സരവും ഗോളുകളും എല്ലാം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ് ഗോളുകൾ നേടിയെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആയിരുന്നു ഒരു ഗോളിന് മുന്നിട്ട് നിന്നത്. പാർത്ഥിബ് ഗോഗിയുടെ വകയായിരുന്നു 32-ാം മിനിറ്റിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഒരു ഗോളിന് മുന്നിട്ട് നിന്നത്. അതിനുശേഷം 51-ാം മിനിറ്റിൽ ഹൈദരാബാദ് FCയുടെ താരമായ അലക്സ് സജിയുടെ കാലിൽ തട്ടി ഒരു ഗോൾ നേടി. അങ്ങനെ 2-0 എന്ന നിലയിൽ നിൽക്കുമ്പോഴായിരുന്നു ഹൈദരാബാദ് FCയുടെ വമ്പൻ തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിച്ചത്. ജാവോ വിക്ടറും അതേപോലെ തന്നെ മാക്കൻ ചോട്ടയുമാണ് അവർക്ക് വേണ്ടി ഗോൾ നേടി 2-2 എന്ന സമനിലയിൽ മത്സരം അവസാനിപ്പിച്ചത്. ISLൽ ഇന്ന് മത്സരങ്ങളൊന്നും നടക്കുന്നില്ല. പകരം നാളെയാണ് മത്സരങ്ങൾ വീണ്ടും ആരംഭിക്കുന്നത്. നാളത്തെ മത്സരം FC ഗോവ വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ FC മത്സരമാണ്. കരുത്തരായ FC ഗോവയാണ് നാളെ ഈസ്റ്റ് ബംഗാൾ നേരിടാൻ പോകുന്നത്. FC ഗോവ ഒരു തോൽവി ഏറ്റുവാങ്ങട്ടെ എന്നാണ് തന്നെ ആയിരിക്കണം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കരുതുന്നത്. എന്തായാലും നാളത്തെ മത്സരത്തിൽ ഏത് ടീം വിജയിക്കാനാണ് സാധ്യതയെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഗൈസ്, അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ കിരീടം നേടിയില്ലെങ്കിൽ മിക്കവാറും ഇവാൻ ആശാൻ പുറത്തു പോകേണ്ടി വരും. കാരണം കുറച്ച് സീസണുകളിലായി ഇവാൻ ആശാനാണ് ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കുന്നത്. പക്ഷേ ഇതുവരെയായിട്ട് ഒരു കിരീടം പോലും നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവാൻ ആശാൻ കേരള ബ്ലാസ്റ്റേഴ്സ് വിടേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. പക്ഷേ മറ്റ് ISL ടീമുകൾ കോച്ചിനെ സ്വന്തമാക്കുമോ എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം. എന്നാൽ ഇവാൻ ആശാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലാതെ മറ്റൊരു ടീമിനെ പരിശീലിപ്പിക്കാൻ താൻ താല്പര്യപ്പെടുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇവാൻ ആശാൻ ബ്ലാസ്റ്റേഴ്സ് വിടുകയാണെങ്കിൽ ഇന്ത്യയിൽ തുടരില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. കൂടുതൽ ISL ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.